ഫാദേഴ്സ് ഡേ ആണ്. ലോകമെമ്പാടും ഫാദേഴ്സ് ഡേ. പ്രത്യേകിച്ച് നമ്മുടെ ഒരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഒക്കെ ഒരു ചിന്തകളാണ് അതെങ്കിൽ പോലും നമുക്ക് അച്ഛൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു അങ്ങനെ ഒരു ഡേ ഒന്നും മലയാളി കൾച്ചറിൽ ഇല്ലെങ്കിലും ഇന്ന് ലോകമെമ്പാടും ഫാദേഴ്സ് ഡേയുടെ ഒരു ദിവസമാണ് ഈ ഒരു ദിവസത്തിൽ. അത് 1972 പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ആണ് അതിനെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നതെങ്കിലും 1910 മുതൽ അതിനൊരു ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള വിശദമായ ഒരു ചരിത്ര കാര്യങ്ങൾ ഞാൻ പറയുന്നത്. എന്നാൽ ഈ അച്ഛൻ ഫാദേഴ്സ് ഡേയുടെ ഒരു ദിവസത്തിൽ ചെറിയ 1-2 റിഫ്ലക്ഷൻസ് എനിക്കൊന്ന് പറയണമെന്നുണ്ട് ആ ഒരു ബന്ധത്തിൽ. ഇതെല്ലാം ഞാൻ പറഞ്ഞാൽ അടുക്കും ചിട്ടയുമായിട്ടുള്ള ഒരു സന്ദേശമല്ല, എങ്കിലും എളിയവൻ്റെ മനസ്സിൽ ദൈവം തന്ന ചിന്തകളാണ്. ഈ എൻ്റെ 2-3 അനുഭവങ്ങൾ എനിക്കൊന്ന് പറയണമെന്നുണ്ട് ആ ഒരു കാര്യം ഫാദേഴ്സ് ഡേയുമായിട്ട് ബന്ധപ്പെട്ടാണ്. എൻ്റെ കൂട്ടത്തിൽ 96 വയസ്സുള്ള ഒരു അപ്പച്ചനുണ്ട്. 96 now. ഞങ്ങളുടെ ഒരു പ്രായം കുടുംബത്തിലെ ഒരു കാരണവരാണ്, ഞങ്ങളുടെ കൂടാണ്. ഈസ് 96 now. അപ്പോൾ ഈ പവർ വിഷൻ്റെ ശുശ്രൂഷകൾ തുടങ്ങുന്ന സമയത്ത് 94-93 ഒക്കെ കാണുമ്പോൾ ഒരു 4 വർഷം മുമ്പ്, അല്ലെങ്കിൽ ആ ഒരു കോവിഡ് പീക്ക് പശ്ചാത്തലം. അപ്പോൾ അന്ന് നമ്മുടെ എനിക്കിപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഈ അന്ന് നമ്മൾ അത്തരത്തിൽ മറവുന്ന ശുശ്രൂഷയാണെന്ന് തോന്നുന്നു. അതിങ്ങനെ നടക്കുന്ന ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിവേ അന്ന് ഈ നമ്മളെപ്പോഴും ഈ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പോരാട്ടവും. നമ്മൾ നമ്മുടേതായ ഒരു വില കൊടുക്കേണ്ടത്, നമ്മൾ ഈ പ്രസംഗിക്കുന്നതിന് പലപ്പോഴും വില കൊടുക്കേണ്ടത്. നമ്മുടെ പഴയ സ്റ്റുഡിയോ എന്നുണ്ട്, അന്ന് ഈ സ്റ്റുഡിയോ ഇല്ല. പഴയ സ്റ്റുഡിയോയിൽ ശുശ്രൂഷിക്കുകയാണ്, വെളിവനായ ദാസൻ ശുശ്രൂഷിക്കുകയാണ്. ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞാൻ പ്രസംഗിക്കുന്ന അന്നത്തെ വിഷയം സഭാപ്രസംഗം 12-ാം അധ്യായമാണ്. ആ 12-ാം അധ്യായം യൂട്യൂബിലുണ്ട് ഇപ്പോഴും. 12-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് യൗവനക്കാരതിൻ്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ അറിയുക ആ ഒരു ഭാഗം പ്രസംഗിക്കും. അതിന് നമ്മൾ വളരെ വിശദമായിട്ടാണ് പ്രസംഗിക്കുക, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗമാണ്, നീ ഇഷ്ടമില്ലാത്ത വഴിയിൽ തന്നെ നടക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. അർത്ഥം ഞാനതിനെ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്: പാർക്കിൻസൺസ് ഉണ്ടാകും, ബലവാന്മാർ കുനിയും, നടു വളയും, തെരുവിലൂടെ നോക്കുന്ന തെരുവിലെ കഥകൾ അളയും, ചെവി പോവും, കിളിവാതിൽ കൂടെ നോക്കുന്ന അന്തന്മാരാകും, കണ്ണിന്റെ കാഴ്ച കുറയും, അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും, അതിലുണ്ടോ പല്ലുപൊഴി, പിന്നെ ബദാംവൃക്ഷം പൂക്കും, തലമുടി നരയ്ക്കും. അടുത്ത ഒരു കാര്യമാണ്, വെള്ളിച്ചേട്ട അറ്റുപോവും, പൊൻകിണ്ണം തകരും, പുറവെങ്കില ചക്രയോടെ. ഇത് ഞാനിങ്ങനെ എളിവൻ വ്യാഖ്യാനിച്ചപ്പോൾ പുറവെങ്കില ചക്രം ഹാർട്ട് ഉടഞ്ഞു കീറിപ്പോവും, പുറവെങ്കില ചക്രയോടെ. ഇത് പ്രസംഗിക്കുകയും അന്ന് നമ്മുടെ അനീഷ് നമ്മുടെ ഉണ്ട്, ഏതാ പാട്ട് പാടും. അപ്പൊ അനീഷ് പാസ്റ്ററോട് ഞാൻ പാടാൻ പറഞ്ഞു. അദ്ദേഹം നല്ലപോലെ അത് പാടി. ജീവിതം ഒന്നേ ഉള്ളൂ, അത് വെറുതെ പാഴാക്കരുത്, വലിയ പോലെ വളഞ്ഞിടും, ആ ഒരു പാട്ടില്ലേ, അദ്ദേഹം അത് പാടുകയും. അപ്പം എൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു എല്ലാവരും കൂടെ കണ്ടോണ്ടിരിക്കുക. വെള്ളിച്ചേട്ട അറ്റുപേർക്കും, പൊൻകിണ്ണം തകരും എന്ന് പറയുകയും എൻ്റെ ഭാര്യയുടെ ഇടിപ്പ് കൂടി ആട്ടിൽ. ശരിക്കും ലിറ്ററലി ഇവിടെ ഞാനത് പ്രസംഗിക്കുമ്പോൾ അവിടെ ഇടിപ്പ് അങ്ങോട്ട് കൂടി. അത് അൺകൺട്രോളബിൾ ആയിട്ട് കൂടി, അടുത്തേക്കുന്നവർക്ക് പോലും കാണാവുന്ന പോലെ കൂടി. ഇവിടെ കൂടി 20% കൂടിപ്പോയാൽ ഞാനിവിടെ ശുശ്രൂഷിച്ചിരിക്കും. അങ്ങനെ മർത്തോമ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവര് ഷോക്ക് കൊടുത്ത് ഇത് ആട്ടിന്റെ ഇടിപ്പ് നോർമലാക്കാൻ വേണ്ടി തുടങ്ങി. ICU കയറ്റി ഷോക്ക് കൊടുക്കാൻ തുടങ്ങുന്ന സമയം കൊണ്ട് അത് ശരിയായി, ദൈവകൃപയെ ശരിയായി. അങ്ങനെ ഡിസ്ചാർജായി. പക്ഷെ പെട്ടെന്ന് അവർ പറഞ്ഞു ഇനി അതിന്റെ ഫർദർ ട്രീറ്റ്മെന്റ് വേണം. അതിന് എറണാകുളത്ത് DC ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി പോകുക. ഞങ്ങൾ അതിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം, അതായത് ചില ദിവസം 3 മണിക്ക് ഉച്ചയ്ക്ക് അഡ്മിറ്റ് ആകണം, പിറ്റേ ദിവസമാണ് പ്രൊസീജിയർ. പക്ഷെ തലേ ദിവസം ഒരു അപ്രതീക്ഷിത ബന്ധം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചു രാത്രി തന്നെ അങ്ങ് പോയേക്കാം. കാരണം രാവിലെ വണ്ടി ബ്ലോക്കാണ്. അങ്ങനെ രാത്രി ഞങ്ങൾ അങ്ങ് പോയി, ആരോടും പറയാൻ പറ്റില്ല, നേരെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കൂടെയുള്ള ഈ പിതാവ് അറിയുന്നത് എൻ്റെ ഭാര്യ ബ്ലസ്സിയെ കൊണ്ട് ആശുപത്രി പോയേക്കാം, അവർക്ക് ഹാർട്ടിനായിട്ട് പ്രശ്നം. നിങ്ങൾ വിശ്വസിക്കുക, 93 വയസ്സുള്ള അപ്പച്ചൻ ഞങ്ങൾ തിരിച്ചു വരുന്ന വരെ കഴിക്കാതെ ഇരിക്കാതെ ഓടി ഇരുന്ന് കരയുക. എൻ്റെ കൊച്ചിനൊന്നും പറ്റും. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഈ മനുഷ്യൻ കഴിച്ചിട്ടില്ല, ഓളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, എൻ്റെ കൊച്ചിനൊന്നും പറ്റില്ല. ഒരപ്പനുള്ളത് കൊണ്ടല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അമേരിക്കയിലാണ്.